ഹേ ഗായ്സ്, മനസമാധാനം തേടി ഒരു യാത്ര പോയാലോ? വെറുതെ ഒരു ഗുമ്മിന് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്ത് സന്തോഷമാണെന്നോ. വയൽ തോന്നുന്ന പോലെ ഓരോന്നൊക്കെ പറയും. കുറച്ച് നാളായി ഇങ്ങനെയൊക്കെയാണ് ഞാൻ. പിന്നെ നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ തുടരുന്നത് തന്നെയല്ലേ നല്ലത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ക്ഷമിക്കണം. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി പേര് നമ്മുടെ ചുറ്റിനും ഉള്ളതുപോലൊരു ഫീലാണ് എനിക്ക്. നമ്മളോട് സ്നേഹമുള്ള ഒത്തിരി ആൾക്കാരുള്ളതുപോലെ. നമ്മുടെ ഫാമിലി ഇങ്ങനെ വളർന്നു വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. എനിക്കങ്ങനെ ഒരു അത്യാഗ്രഹവും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇതുപോലെ പോകുന്നതും എനിക്ക് ഒത്തിരി സന്തോഷം തന്നെയാണ്. നമ്മുടെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് എത്ര ആൾക്കാരാണ് ഇപ്പോൾ തന്നെ കൂടെയുള്ളത്. നമുക്കറിയാത്തൊരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാൻ പോലും ഇപ്പോൾ ഒത്തിരി ആൾക്കാരായതുപോലെ. ഒരു ദിവസം മുഴുവനും കാറിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ടാസ്ക്. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഓരോരോ ഗ്രാമങ്ങൾ പരിചയപ്പെടാനായി പോവുകയാണ്. നമ്മളിപ്പോൾ ഈ വന്ന് കയറുന്നത് തണ്ണീർമുക്കം ബണ്ടിലേക്കാണ് കേട്ടോ. ഈ മരച്ചില്ലകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ ഓരോ കാഴ്ചകളും പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ തന്നെയല്ലേ. നിങ്ങൾക്ക് ഈ ബണ്ട് അറിയാവോ? നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? ബണ്ട് പഴയ ബണ്ടല്ല, പുതിയ പാലമൊക്കെ വന്നു. യാത്ര ഒത്തിരി എളുപ്പമായി. ചുറ്റിക്കറങ്ങി പോകണ്ട ഇപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. നല്ല കായൽ മീനൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ പാലം. ഇവിടെ കുറച്ച് സമയം ഇറങ്ങി നിൽക്കണമെന്നുണ്ട്. പക്ഷെ പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ഇറങ്ങുന്നില്ല. മറ്റുള്ള വാഹനങ്ങൾക്കും അത് നല്ല ബുദ്ധിമുട്ടാവും. സൈഡിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഓരോരുത്തരും നിൽക്കുമ്പോൾ തന്നെ വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്നുണ്ട്. പുതിയ പാലം കടന്ന് ചെല്ലുമ്പോൾ അടുത്ത പാലമുണ്ട്. അവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് വിശ്രമിക്കാനായിട്ട്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയാൽ കോട്ടയത്തേക്ക് പോവാം. നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂത്താട്ടുകുളത്തേക്ക് പോകാനാണ്. നല്ല ഐശ്വര്യമുള്ള ഒത്തിരി അമ്പലങ്ങളും പള്ളികളും എല്ലാം ഉണ്ട് ഇവിടെ. ഒത്തിരി മനോഹരമായ വില്ലേജിലൂടെ ഒരു യാത്രയാണിന്ന്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെ ഒരു യാത്ര. കണ്ണിന് കുളിർമ നൽകുന്ന പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ. ജോലി ചെയ്തും പഠിച്ചുമൊക്കെ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ പോന്നോളൂ. കുറച്ച് പ്രകൃതി ഭംഗിയും റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ചു വരാം. കുറച്ച് നാൾ കൂടിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലുള്ള ഭംഗിയും ഈ പച്ചപ്പും മരങ്ങളും ഒക്കെ ഈ റോഡ് സൈഡിൽ ഉണ്ടാവുമോ? ഈ ഭംഗിയുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുമോ ആവോ? നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കാഴ്ചകളൊക്കെ മാറി കംപ്ലീറ്റ് കെട്ടിടങ്ങളാവാനാണ് സാധ്യത. 7-8 വർഷം ഞങ്ങൾ താമസിച്ച സ്ഥലമാണ് കൂത്താട്ടുകുളം. സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം റൂട്ടാണിത്. അവിടെ നമുക്കൊരു വീടും ടീച്ചർ അമ്മൂമ്മയൊക്കെ ഉണ്ട്. മിന്നു ഓർമ്മ വെച്ച സമയം മുതൽ അവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവിടെ അവൾക്കൊരു തറവാട് പോലുള്ള ഫീലാണ്. നമുക്കൊത്തിരി പ്രിയപ്പെട്ട ആൾക്കാരാണ് അവിടെ ഉള്ളത്. നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മളും സ്നേഹിക്കാൻ എന്നല്ലേ പറയുന്നത്. അത് വെറും പറച്ചിൽ മാത്രമല്ല, ഒരു സത്യാവസ്ഥ തന്നെയാണ്. ഇവിടുന്ന് നമ്മൾ നേരെയാണ് പോകുന്നത്. ഒരു വീഴ്ച പറ്റുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ആൾക്കാരാണ് നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. പ്രതീക്ഷിക്കുന്ന ആരും ഒരുപക്ഷെ ഉണ്ടാവില്ല. ഒരു കൂട്ടം നല്ല മനുഷ്യർ നമ്മളോട് കൂടെ ഉള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണത്. ഇതുവരെയുള്ള ജീവിതത്തിലെ തിരിച്ചറിവുകൾ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോവുകയാണ്. അപ്പം നമ്മൾ കൂത്താട്ടുകുളത്തേക്കുള്ള റോഡിൽ കയറി. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എത്തണമെങ്കിൽ യാത്ര കുറച്ചധികം ഉണ്ട്. എപ്പോഴും പോയി വന്നുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും ദൂരം തോന്നിയിരുന്നില്ല. ഇപ്പോൾ പോയിട്ട് 1 വർഷം ആവുന്നു. അതുകൊണ്ടാവും ചിലപ്പോൾ ഒത്തിരി ദൂരം തോന്നുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ തൃപ്പൂണിത്തുറയാണ്. നമ്മൾ നേരെയാണ് പോകുന്നത്. പണ്ട് ഈ ഒരു സ്ഥലം എത്താൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. വണ്ടി ഓടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും എൻ്റെ ഭർത്താവ് എനിക്ക് വണ്ടി ഓടിക്കാൻ തരില്ലായിരുന്നു. അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടാവാം, അല്ലെങ്കിൽ സ്വയം അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയതുകൊണ്ടാവാം. അന്നത്തെ എൻ്റെ നിർബന്ധം കൊണ്ട് എനിക്ക് അവസാനം വണ്ടി ഓടിക്കാൻ തന്നിരുന്നത് ഈ കൂത്താട്ടുകുളം റൂട്ടിലാണ്. ഇവിടെ ആവുമ്പോൾ വളരെ വിശാലമായ റോഡായിരുന്നല്ലോ. നമുക്ക് പക്ഷെ അങ്ങനെ വല്ലതും ഉണ്ടോ? ചെറിയ റോഡായാലും വലിയ റോഡായാലും നമ്മൾ പൊളിയല്ലേ. അങ്ങനെ എൻ്റെ കൈതെളിഞ്ഞ റൂട്ട് കൂടിയാണിത്. ഇനി അങ്ങോട്ട് കയറ്റവും ഇറക്കവും നല്ല വളവും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. വണ്ടി ഓടിക്കാൻ രസം ഇതുപോലുള്ള റൂട്ടുകളിലാണ്. എനിക്ക് പ്രിയപ്പെട്ട ഒത്തിരി പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഈ റൂട്ടിലുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ഒരു കാര്യവും സാധിക്കാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു.
പൈനാപ്പിൾ തോട്ടവും റബ്ബർ തോട്ടവും ഒക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോരണം. പക്ഷേ ഇവിടുത്തെ ഒത്തിരി തോട്ടങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ തോട്ടവും കാണാനില്ല. പൈനാപ്പിൾ തോട്ടം അങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട്. ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് അവിടെ റബ്ബറും പൈനാപ്പിളും ഒന്നും ഇല്ലല്ലോ. ഇവിടുന്ന് കുറച്ച് പൈനാപ്പിൾ കൊണ്ടുപോയി ഞാൻ അവിടെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം മൂവാറ്റുപുഴയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് വീടുകളുണ്ട്. അവിടെയൊക്കെ പോകണം, ബാങ്കിൽ കയറണം. അതിനുശേഷം കൂത്താട്ടുകുളത്തേക്ക് വരണം. കൂത്താട്ടുകുളത്ത് താമസിക്കുന്നതിന് മുമ്പ് മൂവാറ്റുപുഴയായിരുന്നു 1-2 വർഷം ഞങ്ങൾ താമസിച്ചിരുന്നത്. അന്ന് മിന്നുവിന് 1 വയസ്സ് മാത്രം. കീച്ചേരിപ്പടി, മൂവാറ്റുപുഴ, വെള്ളൂർക്കുന്നം, മാറാടി, അങ്ങനെ തിരുമാറാടി എത്തി. ആ കാലത്തൊക്കെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്ന ഒത്തിരി ആൾക്കാരുണ്ട്. വളരെ നല്ല മനുഷ്യരാണ് അവിടെ ഉള്ളത്. ജീവിതം എന്താണെന്ന് പഠിച്ചു തുടങ്ങിയത് തന്നെ മൂവാറ്റുപുഴയിൽ നിന്നാണെന്ന് പറയാം. ഒരു കുന്തവും അറിയാതെ ചെന്ന എനിക്ക് ഈ ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. പലതരത്തിലുള്ള നല്ല മനുഷ്യരുണ്ട് അവിടെ. വളരെ നല്ല മനുഷ്യരാണ് വടക്കോട്ടുള്ളവരെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തെക്കോട്ടുള്ള നല്ലവരായ ആൾക്കാർ എന്നോട് പിണങ്ങരുതേ. തെക്കും എനിക്ക് നല്ലവരായ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ഇനി അങ്ങോട്ട് ഒത്തിരി പച്ച പാടങ്ങൾ കാണാം. ഇതുപോലെ ഇങ്ങോട്ട് പോരും തോറും മഴക്കാറ് പോലെയാണ് പ്രകൃതി. നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമാണിത്. ഇങ്ങോട്ട് പോരും തോറും ചൂട് കുറവാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ആ പള്ളിയുടെ വ്യൂ എങ്ങനെയുണ്ട്? നല്ല ഉയരത്തിൽ നിൽക്കുന്ന പള്ളിയാണിത്. കൂടുതലും റബ്ബർ തോട്ടങ്ങളായതുകൊണ്ട് തണുപ്പാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമാണ് പെരുവ. ഇവിടുന്ന് ചെന്ന് കയറുന്നതാണ് പിറവം. ഈ നാട്ടിൽ നല്ല മഴവെള്ളം പോലത്തെ വെള്ളമാണുള്ളത്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് വീണ്ടും വെള്ളം പോലും ഇല്ലാത്ത നാട്ടിൽ പോയി വീടും വച്ച് ഞങ്ങൾ താമസിക്കുന്നത്. വീട് വച്ചെങ്കിലും സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പ്ലാനൊന്നും അന്നില്ലായിരുന്നു. പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ വന്നു, ഇങ്ങനെയൊക്കെയായി. നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്ന്, നടക്കുന്നത് മറ്റൊന്ന്. വല്ലാത്ത തമാശ തന്നെ. പക്ഷേ ഇപ്പോഴത്തെ ജീവിതം ഒരു രസവുമില്ല എന്നുള്ളതൊരു സത്യാവസ്ഥ തന്നെയാണ്. ഒരു തരത്തിലൊരു മെക്കാനിക്കൽ ലൈഫ്. രാവിലെ ഉണരുന്നു, രാത്രിയാവുന്നു, ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. വർഷങ്ങളാണെങ്കിൽ മിനിറ്റുകൾ പോലെ കഴിഞ്ഞു പോകുന്നു. ഇവിടുത്തെ മണ്ണിൽ എന്ത് ചെടി വെച്ചാലും പെട്ടെന്ന് വളരുമായിരുന്നു. കുറച്ച് കുഞ്ഞു കൃഷിയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായതും ഇവിടെ വെച്ചാണ്. പെട്ടെന്ന് തന്നെ പച്ചക്കറികളൊക്കെ വലുതായി ഒത്തിരി കായകളൊക്കെ ഉണ്ടാകുമായിരുന്നു. നമ്മുടെ ആലപ്പുഴയിലെ വെളുത്ത മണലിൽ ഒരു രക്ഷയുമില്ല. എത്ര വളം ചെയ്തിട്ടും നനച്ചിട്ടും ഒന്നും ഒരു പ്രയോജനവുമില്ല. ഇവിടെ ഒത്തിരി മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഒരു ദിവസം ഉണ്ടെങ്കിൽ എല്ലായിടത്തും കറങ്ങിയിട്ട് പോവാം. 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലങ്ങളാണ്. ഇന്നെന്തായാലും വേറെ എവിടെയും പോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ സമയം ഒത്തിരി വൈകി. മൂവാറ്റുപുഴ പോലും എത്തിയിട്ടില്ല ഇത്ര നേരമായിട്ടും. ഇവിടെ ഒരു ഇടയൻ ലേക്കുണ്ട്, ഒരു ചെറിയ ലേക്ക്. അതിൽ നിറയെ മീനുകളാണ്. അവർ അവിടെ നിന്ന് ചൂണ്ട തരും. നമുക്ക് തനിയെ ലേക്കിൽ നിന്ന് മീൻ പിടിച്ചെടുക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള, നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളാണ്. ഞങ്ങൾ പലതവണ പോയിട്ടുണ്ട്. ലേക്കിൻ്റെ കരയിൽ ഒരു വലിയ ഊഞ്ഞാലുണ്ട്. അവിടെ ഒരു നല്ല ഏറുമാടവും ഉണ്ട്. ഒരു ബിൽഡിങ്ങിലൂടെ നമുക്ക് അതിലേക്ക് കയറാം. അവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ ഒത്തിരി ഉണ്ട് ആസ്വദിക്കാൻ. അഞ്ചൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇടയനിലേക്കുള്ളത്. ഇതാണ് അഞ്ചൽപ്പെട്ടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുവാണ്. കാരണം നമ്മളുടെ മൂവാറ്റുപുഴ റൂട്ട് ലെഫ്റ്റാണ്. നേരെ പോകുന്നതാണ് കൂത്താട്ടുകുളം. സൺസെറ്റൊക്കെ ആസ്വദിച്ച് മടങ്ങാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഇടയൻ ലേക്ക്. അവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം. തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കുറച്ച് ഉള്ളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള നല്ലൊരു പ്ലേസാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി തന്നെ ഫേമസായി മാറിയ അരീക്കൽ വാട്ടർഫോൾസ്. നല്ല ഭംഗിയുള്ള ഫോൾസാണ്. അതിൻ്റെ ഭംഗി കാണണമെങ്കിൽ നല്ല മഴക്കാലത്ത് ചെല്ലണം. ഒരു പേടിയില്ലാതെ നമുക്ക് അതിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അരീക്കൽ വാട്ടർഫോൾസ് നല്ല സേഫാണ്. ഒരു പേടിയുമില്ലാതെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നമുക്കതിൽ കുളിക്കാം, നീന്താം. റോഡിൽ നിന്ന് താഴേക്ക് ഒത്തിരി സ്റ്റെപ്സുകളുണ്ട് അവിടെ. ആ പടിക്കെട്ട് ഇറങ്ങി വേണം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ. പാമ്പാക്കുട എന്ന സ്ഥലത്താണ് വെള്ളച്ചാട്ടം ഉള്ളത്. അഡ്വഞ്ചർ പബ്ലിക് സ്കൂളിൻ്റെ തൊട്ട് പുറകിലാണ് ഈ വെള്ളച്ചാട്ടം. മിന്നു 3 വരെ പഠിച്ച സ്കൂളാണിത്. വളരെ നല്ലൊരു സ്കൂളായിരുന്നു. വെള്ളച്ചാട്ടത്തിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ ഒരു നല്ല കുളവും ഒരു ഗുഹയും ഒക്കെയുണ്ട് അവിടെ.
കൂത്താട്ടുകുളത്ത് ഇലഞ്ഞി എന്ന സ്ഥലത്ത് കൂരുമലയുണ്ട്. മീശപ്പുലിമല കഴിഞ്ഞാൽ പിന്നെ ഉയരത്തിൽ നിൽക്കുന്നത് നമ്മുടെ ഈ കൂരുമലയാണ്. കൂരുമലയിലേക്കുള്ള യാത്രയും ഒരു പ്രത്യേകതയാണ്. കൂരുമലയിലേക്കുള്ള കയറ്റവും ഇറക്കവും ഒക്കെ നല്ല രസമാണ്. ഇപ്പോൾ കൂരുമല ഒരു ടൂറിസ്റ്റ് പ്ലേസായി കഴിഞ്ഞു. സ്റ്റെപ്സിലൂടെ നമുക്ക് മലയിലേക്ക് കയറാം. വോക്ക് വേ ഒക്കെ ഉണ്ട്. ജീപ്പൊക്കെ ആയിട്ട് വന്നാൽ മുകളിൽ വരെ കയറാം. മുകളിൽ കയറി നിന്നാൽ എറണാകുളം കംപ്ലീറ്റ് കാണാം. നല്ല ഭംഗിയാണ്, നല്ല കാറ്റാണ്. നമ്മളിടയ്ക്ക് കയറുന്ന വീടുകൾ മനഃപൂർവ്വം കാണിക്കാത്തതാണ് കേട്ടോ. മൂവാറ്റുപുഴയിൽ നല്ലൊരു പാർക്കുണ്ട്, ലത. നല്ല ഗാർഡനും നടക്കാനും ഓടിക്കളിക്കാനും ഒക്കെ വിശാലമായി കിടക്കുന്നൊരു പാർക്ക്. പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുഴക്കരയിലാണ്. അവിടെയും നല്ലൊരു ഏറുമാടമൊക്കെ ഉണ്ട്. ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഇറങ്ങിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ അങ്ങനെ കാണാൻ. നമുക്കറിയാത്ത വളരെ മനോഹരമായ ഒത്തിരി ചെറിയ ചെറിയ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ദൂരെയൊക്കെ ട്രിപ്പ് പോകുന്നത് പോലെ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കൂടെ വന്ന് കണ്ടാൽ നല്ല രസമായിരിക്കും. പുറം ലോകം അറിയാത്ത ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലെയും ബൊഗെയ്ൻവില്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ പൂവിൻ്റെ സീസണാണല്ലോ. തിരുമാറാടി എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു ചെറിയ ഗ്രാമമാണ്. നമ്മളങ്ങനെ മൂവാറ്റുപുഴയിൽ വന്നെത്തി. ആ കാണുന്നതാണ് ഇവിടുത്തെ ക്യാൻറ്റൺ മാൾ. പണ്ട് ഈവനിങ്ങിന് നടക്കാൻ പോകുന്നതൊക്കെ ഓർമ്മ വരുന്നു. പഴയതുപോലെയല്ല, ഇപ്പോൾ ഇവിടെ ഒത്തിരി തിരക്കായി. എന്തോ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉള്ളൊരു സ്ഥലമാണിത്. ഇങ്ങോട്ട് വെറുതെ വരുമ്പോൾ പോലും എന്തോ വല്ലാത്ത സന്തോഷമാണ്. മൂവാറ്റുപുഴയിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് വെള്ളൂർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്തായിരുന്നു അവിടുത്തെ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൽ നടക്കുന്ന എല്ലാ പരിപാടിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. മിക്ക പരിപാടികളും സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പ്രളയത്തിൽ മുങ്ങിപ്പോയ പാലമാണിത്. വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രമാണിത്. ഇനിയിപ്പോൾ നമ്മുടെ കലാപരിപാടിക്ക് കയറി. ഇവിടെ തന്നെയുള്ള ധന്യ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. നല്ല ഫുഡാണ് ഇവിടുത്തത്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി. നല്ല പാർക്കിംഗ് ഏരിയയൊക്കെയുള്ള നല്ലൊരു ഹോട്ടലാണിത്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റാണ് ഇവിടെ. ഇവിടെ മൂവാറ്റുപുഴയിൽ താമസിക്കുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻസൊക്കെയാണ്. ഇന്നിപ്പോൾ ഹോട്ടലിൽ കയറിയപ്പോഴും കൂടുതലുള്ളത് നോർത്ത് ഇന്ത്യൻസ് തന്നെ. ഞങ്ങൾ നല്ല ടേസ്റ്റുള്ള ഊണാണ് കഴിക്കുന്നത്. മിന്നു ഇവിടുത്തെ ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. മൂവാറ്റുപുഴയിലെ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു വരുവാണ്. ഇനി അടുത്ത റൂട്ട് കയറണം, കൂത്താട്ടുകുളം റൂട്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിക്കഴിഞ്ഞു. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ അവിടെ ഉണ്ട്. പുറകിലെ റബ്ബർ തോട്ടമൊക്കെ വെട്ടി അവിടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ട് ഇവിടെ. ഇനി ബാക്കിയുള്ള സമയം ഇവിടെ ചെലവഴിക്കണം. ഈ കാണുന്ന പാടത്ത് എല്ലാത്തരം കൃഷിയും ഉണ്ടായിരുന്നു പണ്ട്. അതിനിടയിൽ ഞാൻ അവിടെ ഒരു സാധനം കണ്ടെത്തി. ചെറിയൊരു തൈ എടുത്തുകൊണ്ട് വരാൻ കണ്ടുവച്ചതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. സാരമില്ല, അടുത്ത വരവിന് നമുക്ക് ഇവനെ പൊക്കാം. അലോകേഷ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ കറങ്ങി, എല്ലാ കാര്യങ്ങളും സാധിച്ചു, എല്ലാവരെയും കണ്ടു. ഇനി സന്തോഷമായിട്ട് തിരിച്ചു പോവാം. ആദ്യം പറഞ്ഞതുപോലെ രാവിലെ മുതൽ രാത്രി വരെ ഒരു കാർ യാത്ര. രാത്രി ആയതുകൊണ്ട് കുറച്ചുകൂടെ മനോഹരമായിരിക്കും. ഇനി രാവിലെ കണ്ട ഓരോ കെട്ടിടങ്ങളും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയെല്ലാം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒരു റോഡ് യാത്ര ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.